പ്രിയപ്പെട്ടവരെ, ഈലക്കവാഴ്ചവട്ടം ആളോഹരി വരുമാനത്തിലും അതുപോലെ ഉപഭോഗത്തിലും കേരളത്തിനുണ്ടായിരിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. സാമൂഹ്യ വികസന സൂചികയിൽ കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനവും ആളോഹരി ഉപഭോഗവുമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന IMFൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഇക്കാര്യത്തിൽ 138-ാം സ്ഥാനത്താണ്. എന്നാൽ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ എല്ലാവർക്കും 3 നേരവും ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നരേന്ദ്രമോദിയും BJP അനുകൂല മാധ്യമങ്ങളുമെല്ലാം വികസനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി പ്രചരിപ്പിക്കുന്ന ഗുജറാത്തിൽ 31% ആളുകൾക്ക് മാത്രമേ 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വികസിത രാജ്യങ്ങളോടും അതുപോലെ സോഷ്യലിസ്റ്റ് സമൂഹത്തോടും എല്ലാം കടപിടിക്കാവുന്ന രീതിയിലുള്ള കേരളത്തിൻ്റെ വികസനവും പുരോഗതിയുമെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകളുടെ കൂടി ഫലമാണെന്ന യാഥാർത്ഥ്യം അങ്ങേയറ്റത്തെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ കഴിയും. ആഗോളവൽക്കരണ നയങ്ങൾ അടിച്ചേൽപ്പിച്ച് രാജ്യത്തിൻ്റെ സാമൂഹ്യ ക്ഷേമ ഘടനയെയും അതുപോലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ ആകെയും തകർക്കുന്ന പരിഷ്കാരങ്ങളാണ് 1990-കൾക്ക് ശേഷം കോൺഗ്രസും അതുപോലെ തുടർന്ന് BJPയും എല്ലാം നേതൃത്വം കൊടുത്ത കേന്ദ്ര ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കി വരുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇടതുപക്ഷ ബഹുജന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയിൽ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകളും എല്ലാം ക്ഷേമ പദ്ധതികളും വികസന പരിപാടികളുമെല്ലാം അങ്ങേയറ്റത്തെ ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കി മുന്നോട്ട് വരുന്നത്. അതിൻ്റെ ഫലമാണ്, അതിൻ്റെ എല്ലാം ഫലം കൂടിയാണ് കേരളത്തിലെ ജനങ്ങളുടെ ആളോഹരി വരുമാനത്തിലെ ഈ വർധനവും അതുപോലെ പ്രതിശീർഷ ഉപഭോഗ സ്ഥാനത്ത് കേരളം 1-ാം സ്ഥാനത്ത് എത്തിയതിൻ്റെയും പിന്നിലുള്ള കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്ന IMF റിപ്പോർട്ടിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ വിശകലനങ്ങളിലാണ് കേരളത്തിൻ്റെ ആളോഹരി വർധനവും അടിസ്ഥാനമായ സ്ഥിതിവിവര കണക്കുകളുമെല്ലാം തന്നെ ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. കുടുംബങ്ങളിലെ ഉപഭോക്തൃ ചെലവുകളുടെ അടിസ്ഥാനത്തിലാണ് ആളോഹരി വരുമാനത്തിലെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായ വർധനവ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. ഇത് കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെയും നയസമീപനങ്ങളിലെ വ്യത്യാസത്തെ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്നും അതുപോലെ മറ്റ് സാമൂഹ്യ സേവന മേഖലകളിൽ നിന്നെല്ലാം പിന്മാറുകയും ഉൽപാദന മേഖലകളാകെ സ്വകാര്യവൽക്കരിക്കുകയും പൊതുമേഖലയെ പൂർണ്ണമായി തകർക്കുകയും ചെയ്യുന്ന നയമാണ് നേരത്തെ കോൺഗ്രസും തുടർന്ന് BJPയും എല്ലാം പ്രതിനിധീകരിച്ച കേന്ദ്ര ഗവൺമെൻറ്റുകൾ 1990-കൾക്ക് ശേഷം തുടർച്ചയായി പിന്തുടർന്നു വരുന്നത്. 2014 ശേഷം രാജ്യത്തിൻ്റെ അധികാരത്തിലെത്തിയ BJP ഗവൺമെൻറ് അത് കുറേ കൂടി വിനാശകരമായ നിലയിൽ തീവ്രഗതിയിലാക്കുകയാണ് ചെയ്തത്. സ്വകാര്യവൽക്കരണത്തെ എല്ലാ മേഖലകളിലേക്കും അവർ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇതിനെ തുടർന്ന് തുറമുഖങ്ങളും ദേശീയ പാതകളും റെയിൽവേയും എയർപോർട്ടുകളും അതുപോലെ ട്രെയിൻ വിമാന സർവീസുകൾ ഇതെല്ലാം കോർപ്പറേറ്റുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നയമാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കർഷക ദ്രോഹ നിയമങ്ങൾ വരെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഭക്ഷണത്തിനും രാസവളത്തിനും പാചകവാതകത്തിനും വൈദ്യുതിക്കും എല്ലാമുള്ള സബ്സിഡികൾ തുടർച്ചയായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കുമുള്ള ബഡ്ജറ്റ് വിഹിതം തുടർച്ചയായി പരിമിതപ്പെടുത്തി കൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി സമ്പദ്ഘടന അങ്ങേയറ്റത്തെ മാന്ദ്യത്തിലേക്ക് എത്തിച്ചേരുകയും
ജനങ്ങൾ തൊഴിലും വരുമാനവും ഒന്നുമില്ലാത്തവരായി മാറിക്കൊണ്ടേയിരിക്കുകയുമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വരുമാനക്കുറവാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാധാരണക്കാരായ ജനങ്ങൾക്ക് തൊഴിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വരുമാനം ഉണ്ടാകുകയുള്ളൂ. ലോകത്ത് ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ നയങ്ങളാണ് ഇടതുപക്ഷം കേരളത്തിൽ തങ്ങൾക്കുള്ള പരിമിതമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കി വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് വൻകിട കോർപ്പറേറ്റുകളുടെ താല്പര്യത്തിൻ്റെ സംരക്ഷകരാകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ക്ഷേമ നടപടികളിലൂടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണ ജനങ്ങളുടെ കൂടി സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. നിരവധി സാമൂഹ്യ ക്ഷേമ പദ്ധതികളും അതുപോലെ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിലും പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇച്ഛാശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കേരള ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം, 3 നേരം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ള ഗുജറാത്ത് മാത്രമല്ല, മോശം നിലയിൽ ഇപ്പോൾ ഈ പുതിയ കണക്കിൽ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന BJP ഭരണത്തിലുള്ള ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെയും അവസ്ഥ ഭക്ഷണകാര്യത്തിൽ വളരെ പരിതാപകരമാണ് എന്നതാണ്. രാജസ്ഥാനുണ്ട്, അതുപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥിതിയില്ല എന്നാണ് IMFൻ്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. ഓരോ രാജ്യത്തെയും ജീവിത നിലവാരവും ദാരിദ്ര്യവും ക്ഷേമവുമെല്ലാം എത്രയെന്ന് എങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് IMFൻ്റെ ആളോഹരി വരുമാന പട്ടിക എന്നതാണ് വസ്തുത. ഇന്ത്യയുടെ ശരാശരി ആളോഹരി വരുമാനം ഇതനുസരിച്ച് $2,730 കണക്കാക്കുന്നു. അതായത് ഏകദേശം ഒരു 2.28 ലക്ഷം രൂപയോളം വരും ഇത് എന്നാണ് കാണുന്നത്. 1-ാം സ്ഥാനത്തുള്ള ലക്സംബർഗിലെ ശരാശരി ആളോഹരി വരുമാനം IMFൻ്റെ പട്ടിക പ്രകാരം പറയുന്നത് $1.31 ലക്ഷം. അതായത് 1 കോടിയിലേറെ രൂപയോളം വരും ഇത്. ഇന്ത്യയുടെ തൊട്ട അയൽരാജ്യമായ ഭൂട്ടാൻ $4,010 ആളോഹരി വരുമാനവുമായി ഈ പട്ടികയിൽ ഇന്ത്യക്ക് മുന്നിലാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. പല ആഫ്രിക്കൻ രാജ്യങ്ങളും ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയെക്കാളും എത്രയോ മുന്നിലാണ്. അൾജീരിയ $5,720 ആളോഹരി വരുമാനമുള്ള രാജ്യമാണെന്ന് കണക്കാക്കുന്നു. ടുണീഷ്യക്ക് $4,440 ഉണ്ട് ഇക്കാര്യത്തിൽ, ആളോഹരി വരുമാനത്തിൻ്റെ കാര്യത്തിൽ എത്രയോ മുമ്പിലാണ്. മൊറോക്കോ $4,080 ഉണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ ഒട്ടേറെ ഈ അടുത്ത കാലത്ത് ഒട്ടേറെ ആഭ്യന്തര സംഘർഷങ്ങൾ കൊണ്ട് കലാപകലുഷിതമായ ലിബിയയുടെ ആളോഹരി വരുമാനം ഇന്ത്യയുടെ ആളോഹരി വരുമാനത്തിൻ്റെ 3 ഇരട്ടിയോളം വരുമെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യ അങ്ങേയറ്റം പരിതാപകരമായ ഒരു സാമ്പത്തിക തകർച്ചയിലേക്കും അതുപോലെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും എത്തിയിരിക്കുന്നു എന്നാണ്. രൂക്ഷമായ തൊഴിലില്ലായ്മയുടെയും വരുമാന തകർച്ചയുടെയും എല്ലാം സാഹചര്യമാണ് ആളോഹരി വരുമാനത്തിലെ ഈ കുറവിന് കാരണമായിട്ടുള്ളത്. സമ്പദ്ഘടനയെ പൂർണ്ണമായി തകർക്കുകയും പൊതുമേഖലയെ ആകെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയും ചെയ്യുന്ന കമ്പോളവൽക്കരണ സാമ്പത്തിക നയങ്ങളാണ് രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കും ജനങ്ങളുടെ വരുമാനക്കുറവിനും അതുപോലെ തന്നെ കടുത്ത ദാരിദ്ര്യത്തിനും ഭക്ഷണമില്ലായ്മക്കുമെല്ലാം കാരണം എന്ന യാഥാർത്ഥ്യം നാം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്.